ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു റെസിപ്പി വീഡിയോ ആട്ടോ. അപ്പോൾ റെസിപ്പി എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു മരുന്നും കൂടിയാണത്. അതിന് ഈ പൂക്കണ്ട, ഇത് അശോക ചെത്തി എന്ന് പറയും ഞങ്ങളവിടെ. വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് വെച്ചിട്ടാണ് റെസിപ്പി ഉണ്ടാക്കണേ. ഒരു കുറുക്ക്, ഉണ്ണികൾക്കൊക്കെ നമ്മൾ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ, അങ്ങനത്തെ ഒരു കുറുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ത്വക്ക് രോഗത്തിനും അതേപോലെ പീരിയഡ്സ് ടൈമിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ നല്ലതാട്ടാ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാട്ടാ. നമ്മളിപ്പോൾ ഇത് കഴുകി ഓരോ പൂക്കളായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് വൃത്തിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂവ് ഇങ്ങനെ നടുപൊളിക്കണം. നടുപൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു നാരുണ്ടായിരിക്കും. അത് നമ്മൾ എടുത്ത് കളയണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും കയ്പ്പ് രസം തോന്നും. അപ്പോൾ എല്ലാ പൂവിൽ നിന്നും ആ നടുക്കിലത്തെ നാര് നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ. പിന്നെ ചെറുതായിട്ട് പ്രാണികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതും ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കതും കളയണം. നമ്മൾ പൂവ് എല്ലാതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ കഴുകാം. അപ്പോൾ ഓരോന്നും പൊളിച്ച് നല്ല ഇതിൽ ക്ലീൻ ചെയ്തെടുക്കണം. പ്രാണികളോ നാരൊന്നും തീരെ പെടാൻ പാടില്ല. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ ഇനി അതിന് വേണ്ടത് നാളികേരം പാൽ വേണം, അരിപ്പൊടി വേണം, പിന്നെ കരിപ്പെട്ടി ചക്കര കേട്ടോ ഞങ്ങൾ എടുക്കണേ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായി കലക്കിയെടുക്കാം കേട്ടോ. അധികം കട്ടയൊന്നും പാടില്ല കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി നമുക്ക് കലക്കിയെടുക്കണം. അത് കഴിഞ്ഞ് കട്ടയൊക്കെ ഇല്ലാണ്ട് കലക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച ആ പൂവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. അതുവരെ അടുപ്പ് കത്തിക്കേണ്ട. നന്നായി മിക്സായി വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് പിന്നെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്ന് വെച്ചാൽ കൈവിട്ട് നമ്മൾ ഇളക്കൽ ഇത്തിരി നേരം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിയിൽ പിടിക്കും. അപ്പോൾ പിന്നെ ടേസ്റ്റ് വ്യത്യാസമാവും, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പൂവ് തന്നെ ചേർക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കുറുക്കൊന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആവില്ല, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് നന്നായി ഇതേപോലെ കുറുതായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ശർക്കര നമുക്ക് പാനിയാക്കിയിട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് മധുരം കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്തോളോ. അധികം മധുരമായാലും കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. എന്നാലത് നന്നായിട്ട് യോജിക്കുള്ളൂ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളച്ചൊവ എടുക്കും. അപ്പോൾ നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നാളികേരം പാൽ ചേർക്കുക. നാളികേരം പാൽ ചേർത്ത് അധികം ചേർക്കരുത്, കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാളികേരം പാലിൻ്റെ കുത്ത് നന്നായിട്ട് എടുക്കൂട്ടോ നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ അതും നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഇതായി കഴിയുമ്പോൾ നാളികേരം പാൽ ഒഴിച്ചാൽ പിന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട, നമുക്ക് വേഗം ഇറക്കാം കേട്ടോ. അപ്പോൾ അതേ എടുക്കേണ്ട ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് അത് ഇറക്കാം. ഉപ്പ് ഇടണ്ട കേട്ടോ അതിൽ, ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതേ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.